കുർത്തി വീഡിയോയിൽ കുറച്ച് പാർട്ടി വെയർ കൺസെപ്റ്റിൽ വന്നേക്കുന്ന ഒരു പ്രീമിയം കളക്ഷനാണ്. ഇതിലെ ഹാൻഡ് വർക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ഹെവി ആയിട്ടാട്ടോ ചെയ്തേക്കുന്നത്. ഈ നെക്ക് പോർഷനിലും ഉണ്ട്, കയ്യിൽ ഞാൻ നിങ്ങളെ അടുപ്പിക്കല്ല, ഞാനത് കാണിക്കുമ്പം സെപ്പറേറ്റ് കാണിക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ഭയങ്കര നല്ലതാണ്. അതായത് ഒരു കാശ്മീരി സ്റ്റൈല് അല്ലെങ്കിൽ ഒരു കുറച്ച് നോർത്ത് സ്റ്റൈല് ചെയ്തേക്കുന്ന ഐറ്റം. പാർട്ടി വെയറിൽ തന്നെ കുറച്ച് വെറൈറ്റി നോക്കുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ. ലേസ് വർക്കും എംബ്രോയ്ഡറി എല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് ഗ്രാൻഡായിട്ട് നിൽക്കുന്ന ഐറ്റം. പാർട്ടി വെയർ മോഡൽ കുർത്തിയിൽ കുറച്ച് പ്രീമിയം കളക്ഷൻ, കുറച്ച് റേറ്റ് ആയാലും വെറൈറ്റി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഐറ്റമാണ്. ശരിക്കും മെറ്റീരിയലാണെങ്കിലും മസ്ലിനാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. വിത്ത് ലൈനിങ് ആവുകൊണ്ട് നെക്ക് സൈസ് എടുത്താലും കുഴപ്പം. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന നെക്ക് സൈസാണ്, ശക്കലം ലൂസാണ്, എന്നാലും കുഴപ്പമില്ല. നെക്ക് സൈസ് എടുത്തു വന്നിട്ട് കുറച്ച് ഷേപ്പ് ചെയ്താൽ മതിയല്ലോ. നെക്കിലെ വർക്ക് കാണിച്ചത് ഭയങ്കര വെയിറ്റ് ആട്ടോ, കാരണം അത്രയും നല്ല കട്ട് ബീഡ്സിൻ്റെ ഡിസൈൻ ചെയ്തേക്കുന്നതുകൊണ്ട് നല്ല വെയിറ്റാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടും പിന്നെ നെക്ക് കംപ്ലീറ്റും ഇതുപോലെ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കയ്യിലും സെയിം രീതിയിൽ നല്ല തിക്ക് ഹാൻഡ് വർക്ക്. സാധാരണ വരുന്ന ഒരു നോർമലി കുറച്ചൊന്നുമല്ല, മൊത്തത്തിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഒരു 1/2 കിലോ 1 കിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും വെയിറ്റിലാണ് ഈ ഒരു വർക്ക് കൊടുത്തേക്കുന്നത്. മൊത്തം ഹെവി ആയിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇത് നോർമൽ രീതിയിലല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് നോക്കുന്നവർക്ക് നല്ല ഇടുമ്പോൾ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ, കാരണം ആ നെക്ക് കറക്റ്റായിട്ട് അങ്ങനെ സ്പ്രെഡ് ആയിട്ടല്ലേ പോയേക്കുന്നത്. ഇങ്ങനെ പിടിക്കുമ്പം വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ കയ്യിലും ഉണ്ട് നല്ലതായിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട്, ലേസ് വർക്ക് വരുന്നുണ്ട്. പിന്നെ താഴത്തെ ഡിസൈൻ ഇത് എംബ്രോയ്ഡറി ഉണ്ട്, ലേസ് ഡിസൈനും പോയിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക് ആട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കൂടിയതൊക്കെ എടുക്കുന്നവർ ഡ്രൈ വാഷ് തന്നെ ചെയ്താൽ മതി. പിന്നെ ഇല്ലെങ്കിൽ ഷാമ്പു വാഷ് സൂക്ഷിച്ച് ചെയ്യുന്നവരുണ്ട്. ടസറൊക്കെ ആണെങ്കിലും നോർമൽ ഹാൻഡ് വാഷ് തന്നെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അത്രയും സൂക്ഷിച്ച് ഉപയോഗിച്ച് ആ രീതിയിൽ വാഷ് ചെയ്യാന്നുള്ളവർ മാത്രമേ നോർമൽ വാഷ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഫസ്റ്റ് എങ്കിലും ഒന്ന് ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. പ്രീമിയം കളക്ഷൻ്റെ കാര്യമാണ്. നോർമലി ഞാനതിങ്ങനെ നിർബന്ധം പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ഉള്ള കേട്ടോ, നല്ല സോഫ്റ്റ് കോട്ടൻ്റെ തന്നെ ലൈനിങ് കൊടുത്തേക്കുന്നത്. മീഡിയം ലാർജ് XL XXL 4 സൈസിലാണ് വരുന്നത്. ഏകദേശം ഒരു 46 അടുത്താട്ടോ ഇതിൻ്റെ ലെങ്ത്ത്. കാരണം ഇങ്ങനത്തെ ഒരു ഡിസൈനർ കൺസെപ്റ്റിൽ ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് ബോട്ടത്തിൻ്റെയും അത് ആ ഒരു സെറ്റായിട്ടല്ലേ വരുന്നത്. അപ്പോൾ കാണുമ്പം വർക്കിന് ഇച്ചിരി എടുപ്പ് കൂടുതലിടുന്നത് ഭയങ്കര ലെങ്തി ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ ഒരു ടൈപ്പ് വർക്കിന് ആ ഒരു ഭംഗി കിട്ടത്തില്ല. ഇങ്ങനത്തെ സ്റ്റൈൽ വരുന്നതിന് ഈ ഒരു ആവറേജ് ഈ 46 ഒക്കെ ലെങ്ത്താണ് വരിക. ബോട്ടം പ്യുവർ സാൻഡൂൺ കേട്ടോ. അപ്പോൾ അതും നോർമൽ സ്റ്റൈൽ തന്നെ ചെയ്തേക്കുന്നത്. ചെറിയൊരു ബട്ടൺ ഡിസൈൻ താഴെ പോയിട്ടുണ്ട്. സൈസ് മീഡിയം ലാർജ് XL XXL. നിങ്ങൾക്ക് വേണ്ട സൈസ് ഏതാണോ അതിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക. നമ്പർ AC 337, റേറ്റ് 2490, അതായത് 2500 രൂപയേ ഉള്ളൂ. 2500.